അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റമളാനിൻ്റെ 24-ാമത്തെ പ്രഭാതത്തിലാണ് നാം ഏവരുമുള്ളത്. കഴിഞ്ഞുപോയ നോമ്പുകളെല്ലാം പടച്ചവൻ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദർ കിട്ടാത്ത വിഭാഗങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ലഹരി ഉപയോഗിക്കുന്നവർക്കും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ ഒരു സൗഭാഗ്യവും അള്ളാഹു നൽകില്ല എന്ന് നാം മനസ്സിലാക്കി. മൂന്നാമതായിട്ട് ലൈലത്തുൽ ഖദർ എന്ന മഹാ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ അള്ളാഹു കാരുണ്യത്തിൻ്റെ തിരുനോട്ടം നോക്കാത്ത വിഭാഗം ഖാത്തിഉർ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവരോടാണ്. നമുക്കറിയാം, നമ്മുടെ രക്തബന്ധുക്കൾ, വിവാഹം വഴിയുള്ള ബന്ധുക്കൾ, മുലകുടി വഴിയുള്ള ബന്ധുക്കൾ, ഇങ്ങനെ 3 തരത്തിലാണ് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ സ്ഥിരപ്പെടുക. വാപ്പ, ഉമ്മ, പിതൃ സഹോദരന്മാർ, മാതൃ സഹോദരിമാർ, പിതാമഹന്മാർ, മാതാമഹന്മാർ, സഹോദരങ്ങൾ, ഭാര്യ, ഭാര്യയുടെ ബന്ധുക്കൾ തുടങ്ങി വിശാലമായ കുടുംബ സങ്കല്പങ്ങളാണ് നമുക്കുള്ളത്. ഈ കുടുംബങ്ങളിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിഷയങ്ങളുടെ പേരിൽ പിണക്കമുണ്ടായാൽ അത്തരം ആളുകൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹു നൽകില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാം നൽകിയിരിക്കുന്നത്. നബിതങ്ങൾ പറയുന്നുണ്ട്, ലാ യദ്ഖുലൂനൽ ജന്നത ഖാത്തിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയേയില്ല. യഥാർത്ഥത്തിൽ റഹിം എന്നുള്ളത് കുടുംബബന്ധത്തെ സൂചിപ്പിക്കുവാനുള്ള ഒരു അറബി പദമാണ്. റഹിം എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് കാരുണ്യം എന്ന പദവും ഉണ്ടാകിയിരിക്കുന്നത്. റഹിം എന്ന വാക്ക് തന്നെയാണ് ഗർഭാശയത്തിനും അറബ് ഭാഷയിൽ ഉപയോഗിക്കുക. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഉമ്മയ്ക്ക് എത്രത്തോളം കാരുണ്യവും കരുണയും ഉണ്ടാകുമോ, കുടുംബബന്ധം ചേർക്കുമ്പോൾ എത്രത്തോളം കാരുണ്യവും കരുണയും ഉണ്ടാകണമോ എന്നുള്ള ക്രിയാധാതുവിലേക്കാണ്. പലപ്പോഴും നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന കുടുംബക്കാർ തെറ്റിപ്പിരിയുന്ന കാഴ്ചകൾ നമുക്കിന്ന് കാണാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈഗോ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ പേരിലാണ്. അവൻ എന്നോട് വന്ന് മിണ്ടിയാലെന്താ, ഞാൻ അവനേക്കാൾ മൂത്തതല്ലേ, അവൻ എന്നോടല്ലേ വന്ന് മിണ്ടേണ്ടത് എന്നിങ്ങനെയുള്ള ചില ചിന്തകൾ പല പൊട്ടിപ്പോയ ബന്ധങ്ങളും ചേർക്കുന്നതിന് തടസ്സമായി, വിഘാതമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത്തരം വിഷയങ്ങൾ, അത്തരം ചിന്തകൾ, അത്തരം ബന്ധങ്ങളുടെ ശിഥിലീകരണം യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ അദാബുകളിലേക്കാണെന്ന് നാം മനസ്സിലാക്കണം. ബന്ധങ്ങൾ മുറിഞ്ഞതായ നിലയിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അത്തരം ആളുകൾക്ക് സ്വർഗമില്ല എന്ന് പറയുമ്പോൾ അതൊരു കളിതമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. നബിതങ്ങൾ ഒരു കാര്യവും കളിതമാശയ്ക്ക് വേണ്ടി പറയാത്തയാളാണ്. നബിതങ്ങളുടെ തമാശ പോലും കാര്യമാണ്. കാര്യമായ കാര്യങ്ങളിലെ നബിതങ്ങൾ തമാശ പോലും പറയുള്ളൂ. തമാശയിൽ പോലും കളവ് പറയാത്ത നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ ആരായിരുന്നാലും അത്തരക്കാർ സ്വർഗത്തിൽ പോവുകയില്ല. ഒരു സദസ്സിൽ നബിതങ്ങൾ ദുആ ചെയ്യാൻ പോവുകയാണ്. നബിതങ്ങളുടെ മുമ്പിൽ തിരുവസന്തങ്ങളായ താരകതുല്യരായ സ്വഹാബാക്കൾ ഇരിക്കുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യാൻ പോവുകയാണ്. കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. കാരണം കുടുംബബന്ധം മുറിച്ച വ്യക്തി ഇരിക്കുന്ന സദസ്സിലെ ദുആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താൽ പോലും അള്ളാഹു സ്വീകരിക്കില്ലത്രേ. അപ്പോൾ എത്ര വലിയ പാപമാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കണം.
ആരാണ്? സ്വഹാബാക്കളാണ് ഇരിക്കുന്നത്. ദുആ ചെയ്യാൻ പോകുന്നത് അഷ്റഫുൽ ഖൽക്കാണ്. പക്ഷേ അഷ്റഫുൽ ഖൽക്കിൻ്റെ ദുആ പോലും സ്വീകരിക്കപ്പെടാതെ തടഞ്ഞു വയ്ക്കാവുന്ന തരത്തിൽ കുടുംബബന്ധം മുറിച്ച വ്യക്തിയുടെ സാന്നിധ്യം പ്രതിഫലനമുണ്ടാക്കുന്നുവെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയല്ലേ. ആ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി. ഒരല്പസമയത്തിന് ശേഷം തിരിച്ചു വന്നു. നബിതങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയുടെ സഹോദരിയുമായി പിണക്കത്തിലായിരുന്നു, ആ പിണക്കം മാറ്റുവാൻ വേണ്ടി ഞാൻ പോയതാണ്. നോക്കൂ, സ്വഹാബാക്കളുടെ അവസ്ഥ ഇതായിരുന്നു. അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയാൽ, അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തുവെന്ന് മനസ്സിലാക്കിയാൽ അവിടെ ന്യായങ്ങൾക്ക് നിൽക്കാതെ അത് തിരുത്തുവാൻ തയ്യാറാകുമായിരുന്നു. കാര്യങ്ങൾക്ക് ന്യായം കണ്ടുപിടിക്കുക എന്നത്, കുതന്ത്രങ്ങൾ മെനയുക എന്നത് ഇബ്ലീസിൻ്റെ പണിയാണ്, ശൈത്വാൻ്റെ പണിയാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി ഇബ്ലീസിനോട് അള്ളാഹു ആവശ്യപ്പെട്ടു. ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരിക്കാനുള്ള ന്യായം പറഞ്ഞത്, എന്നെ തീ കൊണ്ടും ആദമിനെ മണ്ണുകൊണ്ടുമാണ് സൃഷ്ടിച്ചത്, മണ്ണിനേക്കാൾ എത്രയോ വലുതാണ് തീ, അതുകൊണ്ട് ഞാനെന്തിനാണ് അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് എന്ന ന്യായമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി സ്വർഗീയമായ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. ബന്ധങ്ങളുടെ വിഷയത്തിൽ, അനുസരണയുടെ വിഷയത്തിൽ ന്യായങ്ങൾക്കപ്പുറം യജ്ഞിപ്പുകളാണ് ഉണ്ടാകേണ്ടതെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുക. ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളിൽ പലരും നമ്മളോട് അക്രമം ചെയ്തവരായിരിക്കും. അവരിങ്ങോട്ട് വന്ന് നമ്മളോട് പിണക്കങ്ങളുണ്ടാക്കിയവരായിരിക്കും. എങ്കിൽ അത്തരക്കാരോട് പോലും പിണങ്ങിയിരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ചേർക്കണം. അത് ദീർഘായുസ്സിന് കാരണമാകുമെന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോവുകയാണ്. ആ മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് മലക്ക് വന്ന് ഈസാ നബിയോട് പറഞ്ഞു, ഈ വ്യക്തി ഇപ്പോൾ തന്നെ മരണപ്പെടും, ഏതാനും സമയങ്ങൾ കഴിഞ്ഞാൽ മരണം സംഭവിക്കും. ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ വ്യക്തിയെ തന്നെ ഈസാ നബി കാണുകയാണ്. ഈസാ നബി മലക്കിനോട് ചോദിച്ചു, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ഇയാൾ ഇപ്പോൾ മരിക്കുമെന്ന്, എന്നിട്ടിപ്പോഴും ജീവിച്ചിരിക്കുകയാണല്ലോ? ആ മലക്ക് പറഞ്ഞു, നബിയെ, അങ്ങയുടെ ആ മനുഷ്യൻ ആ സമയത്ത് തന്നെ മരിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ പിരിഞ്ഞതിന് ശേഷം അയാളുടെ തെറ്റിപ്പോയ ഒരു കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പേരിൽ 20 വർഷക്കാലത്തേക്കും കൂടി അയാളുടെ ആയുസ് അള്ളാഹു നീട്ടിക്കൊടുത്തുവെന്ന് മഹാനായ ഈസാ നബിയോട് മലക്ക് വന്ന് പറഞ്ഞ ഒരു ചരിത്രം നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ കുടുംബബന്ധം ചേർക്കൽ സ്വർഗപ്രവേശനത്തിനും ദുനിയാവിൻ്റെ ദീർഘായുസ്സിനും ആഖിറത്തിൻ്റെ രക്ഷപ്പെടലിനും ഒക്കെ കാരണമാകുന്നുവെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. നബിതങ്ങൾ എപ്പോഴും ഏത് കാര്യം പറയുമ്പോഴും കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ മഹത്വം പറയുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ യാത്രയിൽ ജിബ്രീലുമായി സ്വർഗം കാണുകയാണ്. ആ സമയത്ത് അതിമനോഹരമായൊരു ഭവനം നബിതങ്ങളുടെ മുമ്പിൽ കാണിക്കപ്പെട്ടു. നബിതങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ, ഇതാർക്കുള്ളതാണ് ഇത്ര സുന്ദരമായ ഭവനം? ജിബ്രീൽ പറഞ്ഞു, 6 സ്വഭാവങ്ങൾ ആർക്കുണ്ടാകുന്നോ അവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന ഭവനമാണ്. ആ 6 സ്വഭാവങ്ങളിൽ ഒന്ന് സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കലായിരുന്നു. എന്ന് മാത്രമല്ല, നബിതങ്ങൾ മദീനയിൽ വന്ന ഉടനെ മദീനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് 4 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകി. യാ അയ്യുഹന്നാസ്, മദീനയിലുള്ള മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ പറയൽ പ്രചരിപ്പിക്കണം. വഇത്ആമുത് തുആം, ആഹാരം കൊടുക്കണം വിശക്കുന്നവർക്ക്. വസിലത്തുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പാതിരാവിൻ്റെ നിശബ്ദതയിൽ പടച്ചവന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നോക്കൂ, ആദ്യത്തെ ഉപദേശത്തിൽ 3ാമതായി നബിതങ്ങൾ പറയുന്നു സിലത്തുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണം. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവർ, അത് ചേർക്കാത്തവർ, ഉള്ള ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ അപ്പുറം കുടുംബബന്ധം ചേർക്കുക, സില എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ് അർത്ഥം. ഉള്ള ബന്ധങ്ങൾ അൽഹംദുലില്ലാ നിലനിർത്തി പോകണം. പക്ഷേ ഇവിടെ സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞത് അറ്റുപോയ, പൊട്ടിപ്പോയ ബന്ധങ്ങളെ കെട്ടുറപ്പോടുകൂടി ഇഴചേർക്കുന്നവർക്കാണ്, അവർക്കാണ് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കൽ വലിയ പാപമായിട്ടും
കുടുംബബന്ധം ചേർക്കൽ തുല്യതയില്ലാത്ത പ്രതിഫലങ്ങളുടെ വലിയ സുമോഹനങ്ങളായ സുഹൃതങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്ന് മനസ്സിലാക്കി ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്തവരിൽ നാം പെട്ടുപോകരുത് എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.